മാധു, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മഴയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയമൊക്കെ തന്നെ മഴ തോർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉള്ളത്, വെള്ളം ഇറങ്ങി തുടങ്ങിയ ഒരു സ്ഥിതിയായിരുന്നു ഉള്ളതെങ്കിൽ ഇപ്പോൾ ശക്തമായ മഴ. അതിന് ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഒരു 2 ആൾ പൊക്കമുള്ള ഒരു കുഴിയുണ്ട്. ആ കുഴിക്ക് ചുറ്റും 3 കമ്പുകൾ വെച്ച് അതൊരു അപായ സൂചനയൊക്കെ ആയിട്ട് ഇന്നലെ ഇവിടെ സമീപത്തുള്ള യുവാക്കളാണ് ഒരു പ്ലാസ്റ്റിക് കെട്ടി തിരിച്ചിരുന്നത്. അതൊക്കെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഇന്നലെ നമുക്ക് വരുമ്പോൾ ആ കോൺക്രീറ്റ് കാണാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കാണാൻ കഴിയില്ല, കാരണം അത് വെള്ളത്താൽ മൂടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ അനേകം കുഴികൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ നിൽക്കുന്നത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലാണ്. ഈ വെള്ളം മൂടിക്കിടക്കുന്ന ഈ സ്ഥലമാണെങ്കിൽ പോലും വലിയ അപകടം നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ പലയിടത്തും റോഡ് പണി നടക്കുന്നതും ഈ കുഴിയെടുത്തിട്ടിരിക്കുന്നതും അത്തരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് വരുത്തി വച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം യാതൊന്നും തന്നെ നടത്തിയില്ല. തോടുകൾ വൃത്തിയാക്കിയില്ല, ഓടകൾ വൃത്തിയാക്കിയില്ല. അങ്ങനെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. അതൊക്കെ കൃത്യമായി നടത്തിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത്. ഇന്നലെ മഴ മാറി നിന്നത് മുതൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും രാത്രിയോടുകൂടി മഴ ശക്തി പ്രാപിച്ചതോടുകൂടി ഇതാണ് സ്ഥിതി. ഇന്നലെ ഇവിടെയൊക്കെ വൈകുന്നേരമായപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം ആളുകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ തന്നെ കാണാം ആ വാഹനം എത്രമാത്രം ദുഷ്കരമായിട്ടാണ് വരുന്നത് എന്ന്. പല വാഹനങ്ങളും ഇവിടെ ഈ വെള്ളത്തിൽ വന്ന് പെട്ട് ഓഫായി പോകുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഈ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ആണ് ഉള്ളത്. തിരുവനന്തപുരം നഗരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണമാണ്. മറ്റ് മേഖലകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മലയോര മേഖലയിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഈ നഗര പ്രദേശങ്ങളിലാണ് സാധാരണഗതിയിൽ വെള്ളം കയറാത്ത ഇടങ്ങളിൽ പോലുമാണ് ഈ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്നത്. മഴ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും, കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുന്നതനുസരിച്ച് കൃത്യമായ ഒരു ഇടപെടൽ നഗരസഭയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ഈ നഗരവാസികൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വീണ്ടും ഇന്നലെ നമ്മൾ എന്താണോ ഈ മഴയുമായി ബന്ധപ്പെട്ട് കണ്ട ദൃശ്യങ്ങൾ, അതിലേക്കാണ് വീണ്ടും തിരുവനന്തപുരം നഗരം എത്തുന്നത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പദ്ധതികൾ ഒക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ സ്റ്റെഫിൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു 2 ആൾ താഴ്ചയുള്ളൊരു കുഴിയുണ്ട്. അവിടെ ഇന്നലെ നാട്ടിലെ യുവാക്കൾ 3 കമ്പെടുത്തു വെച്ചു. അതുപോലും മഴയിൽ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ അപകട മേഖല തിരിച്ചൊരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം പോലും ഇല്ലാതെ പോകുന്നത് കഷ്ടമാണ് സ്റ്റെഫിൻ. തീർച്ചയായിട്ടും മാധു, അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം, അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ്. ഇവിടെയാണ് ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ ഈ പല സ്ഥലങ്ങളിലും ഈ വെള്ളം മൂടിക്കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വലിയ കിടങ്ങുകളുണ്ട്. അവിടേക്കൊക്കെ ഒരു പക്ഷേ ഈ കടയിലേക്ക് ഒരാൾ എത്തുകയാണെങ്കിൽ, ഒരു പക്ഷേ ഇതിലെ നടന്നു പോവുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാകാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രകടമായി അവിടെ ഒരു കുഴിയുണ്ട് എന്ന് കാണുന്നില്ല. ഈ കാണുന്ന കട ഇന്നലെ നമ്മൾ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കട തുറന്നിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ആളുകൾക്ക് ആ കടയിലേക്കൊന്നും തന്നെ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് പിന്നീട് കട അടച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമ്മൾ ആദ്യം വരുന്ന സമയത്ത് ആ ഹോട്ടലിലേക്ക്, ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ആ ഹോട്ടലിലേക്ക് സുഗമമായി കയറി പോകാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ അപകട മേഖലയാണ്, അല്ലെങ്കിൽ ഇവിടെ കുഴിയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണം. ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതി. വലിയ കുഴി കുഴിച്ചിട്ടിരിക്കുന്നു, ആ കുഴിയിൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതി. നമുക്ക് ഇവിടെ നിന്നും കുറച്ച് അങ്ങോട്ടേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ആളുകൾക്ക് പോകുന്നതിന് വേണ്ടി ഒന്നും, വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഒന്നും തന്നെ കഴിയില്ല. ഒരു പലക മാത്രം എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്.
ഒരുപക്ഷെ ആ പലകയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ വലിയ കുഴിയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ യാതൊരു തരത്തിലുള്ളൊരു സുരക്ഷാ സംവിധാനവും ഇവിടെ ഒന്നും തന്നെ ഇല്ല. യാതൊരു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ കുഴിയിൽ ഇന്നലെ ഇത്തരത്തിൽ അപകടമുണ്ട്. ഒരു 3 കമ്പ് നാട്ടി അവിടെ ഒരു പ്ലാസ്റ്റിക് കെട്ടിവെച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ്. അത്തരത്തിൽ ഒരു ഇടപെടലും ഈ പ്രദേശത്തൊന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗമായി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം ഈ വെള്ളം വലിഞ്ഞു പോകുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഇല്ല. ഇതിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഇത് ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമില്ല. ഇത് എവിടേക്ക് ഒഴുകി പോകുമെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഈ വെള്ളം ഒഴുകി പോകേണ്ടത് ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ്, അവിടെ നിന്ന് പാർവതി പുത്തനാറിലേക്കാണ്, അതിനുശേഷം പാർവതി പുത്തനാറിൽ നിന്ന് കടലിലേക്കാണ്. പാർവതി പുത്തനാറിന്റെ സ്ഥിതി നമ്മൾ ഇന്നലെ കണ്ടു. ഞാൻ പോയ സ്ഥലത്തൊക്കെ പാർവതി പുത്തനാറിൽ തെങ്ങ് വളർന്നു നിൽക്കുന്നു, മരങ്ങൾ വളർന്നു നിൽക്കുന്നു. അതോടൊപ്പം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു, ഒഴുക്ക് നടക്കുന്നില്ല. അതോടൊപ്പം 2 ഭാഗത്തും മാലിന്യങ്ങൾ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി, മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥിതി. ഇതൊക്കെയാണ് പൊതുവെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾക്ക് ഇത്രയധികം ദുരിതം ഓരോ മഴയിലും ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി ഇങ്ങനെ മഴ തകർത്ത് പെയ്യുമ്പോൾ ഇതാണ് സ്ഥിതി. മഴ ഇനിയും ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അങ്ങനെ മഴ ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മഴ വരുമ്പോഴാണോ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പൂർവ്വ ശുചീകരണത്തെ പറ്റി ചിന്തിക്കേണ്ടത്, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? അല്ല, അതിനൊക്കെ മുമ്പ്, വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വേനൽ മഴ വരുന്നതും കാത്തിരിക്കുകയാണ്. ഇന്നാണ് യഥാർത്ഥത്തിൽ ആ പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങുന്നത്. ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്ന നടപടികളൊക്കെ തുടങ്ങുന്നത്. അതൊന്നും ചെയ്യേണ്ടിയിരുന്നതെന്നല്ല, കൃത്യമായ ഒരു വീഴ്ച ഈ നഗരസഭയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ നഗരവാസികൾ അനുഭവിക്കുന്നത്. സാധാരണ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്നു. ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി. ഈ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും, അതോടൊപ്പം വലിയ വലിയ ന്യായീകരണങ്ങൾ നികത്തുമെങ്കിൽ പോലും ഈ ആളുകളുടെ ബുദ്ധിമുട്ടിന് യാതൊരു തരത്തിലുള്ള ഒരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ്. വഴി പോകണം, ഏതൊരു ഇതും ഇല്ല. അത് ജനങ്ങൾ അത്രയ്ക്ക് ആ ബുദ്ധിമുട്ടാണ്. അത് ഓടയും അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ടത്. ഓടയൊന്ന് ബൈക്ക് വന്നിരുന്നാലും ശരി തന്നെ, അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. ഞാനും ഇന്നലെ വന്ന് വീഴുന്നു ആ കരിമടത്തിൻ്റെ അവിടെ. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. എങ്ങനെ വേണോ അവന്ന് ഓട അത് കുഴിച്ചിട്ടേക്കണ്. വന്നിട്ട് ഞാൻ തിരിച്ചു പോയി. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. അവിടെ എൻ്റെ വീട് മണക്കാട് കുരിയാത്തി, നളന്ത ജംഗ്ഷൻ. എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കുക? ഇത് കിടക്കണമെന്ന് പറഞ്ഞാൽ 6 മാസമായി ഇത് കിടന്നിട്ട്. ഒരു സൈഡ് ഇത് ആക്കിയിട്ട് അവർ ചെയ്യാത്തത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. ഇത് യഥാർത്ഥത്തിൽ ഇത് അറിയില്ല. വെള്ളം അടിച്ചു കൊണ്ട് വന്ന് ഓട വീഴുന്നെന്ന് പറയും. ഈ പലയിടത്തും ഈ വീടിന് മുന്നിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏതൊരു ഇതും ഇല്ല. ഡ്രൈനേജ് വെള്ളം, മൊത്തം ഡ്രൈനേജ് വെള്ളമാണ്. വല്ലാത്ത ദുഃഖമാണ് നമുക്ക്. എവിടെയാ വീട്? എന്താ ഒരു സ്ഥിതി എന്താ ചേട്ടാ ഇവിടെ? ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് മഴ നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുള്ളതെന്നല്ലോ, കാലാവസ്ഥ നിരീക്ഷണം തീവ്ര മഴ ഉണ്ടാവുമെന്ന്. അതിൻ്റെ ഒരു മഴയുണ്ട്. അപ്പൊ ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അത് റോഡ് ഓടയാണത്. വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. ഈ കടകളിലോട്ട് വെള്ളം കയറുന്നത്, ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാത്തതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. താങ്കൾ ചോദിച്ചതിന് മറുപടി പറയണം. ഇതിപ്പോൾ ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിൻ്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. അത് മഴ തോരുമ്പോൾ അത് മാറും, ഓട കെട്ടും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം മാതൃഭൂമിക്ക് പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? പരിഹരിക്കേണ്ടവർ അത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തുകൊണ്ട് മാത്രമാണോ? ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്? ഇവിടുത്തെ സ്ഥിതി ഇപ്പം മഴ പെയ്തുകൊണ്ടാണ്. പണികിടക്കല്ലേ. ആ പണി എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ്. ആ പണി ഇങ്ങനെ ഈ മാസം 31-ാം തീയതി പണി തീർത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഇവിടെ. എല്ലാവരും വീടിനൊക്കെ പുറത്ത്. ഇതേപോലെ വലിയ കിടങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് സുരക്ഷാ സംവിധാനം ഉണ്ട്? അതുകൂടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്രയും അറിയാം. ഇവിടെ ഉള്ള ആളുകൾ മാത്രമാണോ തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്? അല്ല, എല്ലാവരും കൂടെ ഓടയിൽ കൂടെ ആരും യാത്ര ചെയ്യാറില്ലല്ലോ. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. കാരണം മാതൃഭൂമിയുടെ ജോലിയാണിത്.
ഈ ജനങ്ങളുടെ ദുരിതം പറയേണ്ടത് മാതൃഭൂമിയുടെ ജോലിയാണ്. അപ്പൊ ന്യായീകരിക്കാൻ ഇങ്ങനെ പല ന്യായീകരണങ്ങൾ ഈ നഗരസഭയുടെ അധികൃതർ ന്യായീകരിക്കുന്ന പോലെ ചില ആളുകളൊക്കെ തന്നെ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. അവരുടെ ന്യായീകരണം കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ചിരിയാണ് വരുന്നത്. ഇതാണ് ജനങ്ങളുടെ ഈ ഒരു സ്ഥിതി, ഈ ഒരു ദുരിതം, ഇതൊക്കെ ഇത്രയധികം തരത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു സമീപനവും പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.